ചേട്ടാ, കൊച്ചിയിലൊന്നും ആഹാരം കിട്ടാനില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ബാംഗ്ലൂരിലൊന്നും ഹോട്ടലുകൾ തുറക്കാത്തൊരു സാഹചര്യം, LPG കിട്ടാത്തൊരു സാഹചര്യം. എങ്ങനെയായിരിക്കാം ഇതിനെ ഇനി കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ പോകുന്നത്? നിയന്ത്രിക്കാനൊന്നുമില്ല. ഇപ്പം നമ്മൾ അറിഞ്ഞത് ചുള്ളിക്കമ്പിനും വിറകിനും ഒക്കെ വില മുമ്പൊന്നും ഇല്ലാത്ത, ചിലപ്പോൾ അങ്ങനെയാണ്. ഇന്നലെ വരെ മൈൻഡ് ചെയ്യാതെ കിടന്ന ചില സാധനങ്ങൾക്ക് പെട്ടെന്ന് വില ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു, ഞാൻ രാഹുലിനെ തന്നെ കാണിച്ചു തന്നു ഒരു വാർത്ത. കാര്യം വിറകിനൊക്കെ ഇപ്പം വില കൂടി, വിറകിനൊക്കെ പെട്ടെന്ന് വില കൂടി. ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഞാൻ നടന്നു വരുമ്പോൾ ഒരു ലോറി നിറയെ തടിയുമാറ്റ് ഇതേപോലെ വെട്ടിക്കീറി അടുപ്പിൽ വെക്കാൻ. സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഹോട്ടലുകൾ വല്ലാത്തൊരവസ്ഥയിലാണ്. കാര്യം ഈ പാചകത്തിലെ ആ ഒരു എന്താ പറയുക, വൃത്തിയും അതിന്റെ ഒരു ഇതും അല്ല, അത് എത്ര പേർക്ക് പറ്റുമെന്നൊരു ചോദ്യമാണ്. ആദ്യം പറഞ്ഞ കാര്യം അല്ല, ഇപ്പോ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരെ പുറകെ പോകുന്നത്, എന്തിനാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണിക്ക് പോയി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോ എങ്ങനെയാണ് സിലിണ്ടറിന് വില കൂടിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കരിഞ്ചന്തയിൽ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. വലിയ വിലയാണ്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം ഒക്കെ പ്രൊഡക്ഷൻ നിർത്തി. അതെ, ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. തീർച്ചയായിട്ടും ഇറാനിലെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കൂടുതൽ ക്രൂഡ് ഓയിലുകളും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇറാന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അത് അടയ്ക്കുന്നു. ഏകദേശം 58% ട്രാൻസാക്ഷനും, അതായത് ക്രൂഡ് ഓയിലിന്റെ ട്രാൻസാക്ഷനും ആ ഒറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. അത് ഇന്ത്യയെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തു, ബാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പോകും. ഇപ്പൊ നമുക്കറിയാം, കൊച്ചിയിൽ തന്നെ ഇന്ന് നമുക്ക് ആഹാരം കിട്ടാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഇന്നത്തെ ദിവസം ആഹാരം കിട്ടാത്തൊരു സാഹചര്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. ഇപ്പൊ പല തട്ടുകടകളും അടച്ചിട്ടേക്കുന്ന, പല തട്ടുകളും അടച്ചിട്ടേക്കുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കടകളും അടച്ചു. അപ്പോ 2 ദിവസം കൂടി ഈ ഒരു മെട്രോ സിറ്റീസിലൊക്കെ 2 ദിവസം കൂടി ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ മുഴുവൻ കടകളും അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. കാരണം സിലിണ്ടർ കിട്ടാനില്ല, ആവശ്യങ്ങൾക്ക് വേണ്ട സിലിണ്ടർ കിട്ടാനില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സിലിണ്ടറിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ 2 കണ്ടെയ്നർ വിടാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഉത്തരവുണ്ട്, അല്ലെങ്കിൽ ഉത്തരവ് കിട്ടി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. അത് ഇന്ത്യക്ക് ആശ്വാസമാണ്. 2 കപ്പലുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത്രയും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ക്രൂഡ് ഓയിലിന്റെ വില ഒറ്റ ദിവസം കൊണ്ട് കൂടിയെന്ന്. ഏകദേശം 67 രൂപ റേഞ്ചിൽ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഒറ്റ ദിവസം കൊണ്ടാണ് 100, 120, 110 രൂപ രീതിയിലേക്ക് മാറുന്നൊരു മാറിലുണ്ടാകുന്ന. എണ്ണ കിട്ടാനില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു, പെട്രോൾ വില കൂടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത് മൊത്തത്തിൽ കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മുഴുവനായിട്ടും അഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു 2008 ഇതിനു മുമ്പിട്ട് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള പാചകവാദത്തിന്റെ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ, പെട്രോളിന്റെ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വലിയൊരു റിസഷനിലേക്ക് സാഹചര്യങ്ങൾ വളരെ മോശമാകുന്ന രീതിയിലേക്ക് പോകും. നമുക്കറിയാം, നൊയമ്പ് കാലം കൂടെയാണ്. ഒരുപാട് പേര് നൊയമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ വല്ലാത്ത സാഹചര്യമാണ്. അതെ, ഉച്ചയ്ക്കൊക്കെ ആഹാരം കിട്ടാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. നോമ്പ് മുറിക്കുന്ന വൈകുന്നേരത്തെ സമയം, അത് പറയുന്ന പോലെ ഇഫ്താർ അല്ലെങ്കിലും പോട്ടെ, വൈകുന്നേരത്തെ നോമ്പ് കഞ്ഞെങ്കിലും കുടിക്കാനായിട്ടൊക്കെ ഉള്ള സാധനം ചൂടാക്കണ്ടേ? ആ സമയത്താണ് ഹൈജീനിക് ആകണം. പാചകം ഹൈജീനിക് ആകണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. വെറുതെ ഈ തടിയിട്ട് വിറകിട്ട് നമ്മൾ കത്തിച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്, വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഹൈജീനിക് ആകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരളത്തെ നയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അത് ആഹാരം വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടേ? കടയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ കടകളെങ്കിലും വേണ്ടേ? ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പൊ സാധാരണ ആഹാരം കഴിക്കാൻ ചെല്ലുന്ന കടകളിലെ ചേട്ടൻ വേണമെങ്കിലും പറയും, പശ്ചിമേഷ്യയിലെ യുദ്ധമല്ലേ, കുറച്ചു ദിവസത്തേക്ക് ആഹാരം ഇല്ല വേണമെങ്കിൽ പറയും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ എന്ന് തന്നെയാണെങ്കിൽ നമുക്കറിയാം, കോവിഡ് സമയത്ത് എങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം നമുക്കുണ്ട്. അന്ന് മുറിയിൽ അടച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇന്ന് മുറിയിൽ അടച്ചിടുന്ന ഒരു സാഹചര്യമല്ല. ഭക്ഷണം കിട്ടും, പക്ഷെ ഇരട്ടി വില കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ കയ്യിലുള്ള ഈ പേപ്പർ, അതായത് നോട്ടിന് ഒരു വിലയില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. നോട്ട് വെറുതെ കൊണ്ട് കാണിച്ചാൽ ആഹാരം കിട്ടില്ലല്ലോ. കരിഞ്ചന്തയിൽ 10,000 രൂപയ്ക്ക് സിലിണ്ടർ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. 500, 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന സിലിണ്ടറിനൊക്കെ 5000, 10,000 രൂപ എങ്ങനെ കടക്കുമെന്നാണ് നമ്മളെ പറയുന്നത്. ഈ പ്രതിസന്ധി ഇപ്പോൾ അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2 കപ്പലുകൾ
ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്ക് വരാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ആകെ മൊത്തത്തിലുള്ള ആ പ്രശ്നം തീർക്കാൻ കഴിയുമോ? ഇല്ല, ഇത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇത് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് അത് കൃത്യമായിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ വരും. അതായത് അവര് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം തീരും. അത് മാത്രമല്ല, അവര് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ. എല്ലാവരും ഇപ്പം ഈ പറയുന്ന വലിയ ലോകരാഷ്ട്രം കയറി ആക്രമിച്ച് അവരുടെ ഒരു വലിയ നേതാവ് പോയി, അദ്ദേഹത്തിന്റെ മകനെ ഇപ്പൊ ഇന്ത്യ മാത്രമല്ല ഇതുകൊണ്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കും. എല്ലാ രാഷ്ട്രങ്ങളെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ട്രംപ് യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്നൊരു വാക്ക് പറയുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ആലോചിക്കും. അതെ, തീർച്ചയായും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. എല്ലാ കാലത്തും എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഇപ്പൊ അമേരിക്ക ആണെങ്കിൽ പോലും യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. എണ്ണയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, എണ്ണയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പോ എണ്ണയുടെ കൂടുതൽ സോഴ്സ് ആരുടെയിലാണ് ഉള്ളത്? ഇപ്പോ നമുക്ക് അറിയുന്ന പോലെ ഖത്തറിനെ ആണെങ്കിലും GCC രാജ്യങ്ങളെ ആണെങ്കിലും അമേരിക്ക എന്തിനാണ് ഈ വളഞ്ഞിട്ട് പിടിച്ചേക്കുന്നത്? അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കരാർ ഒപ്പിട്ടേക്കുന്നത് തന്നെ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ GCC രാജ്യങ്ങൾ വളർത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെയൊന്നും അല്ല, എണ്ണ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ എണ്ണയാണല്ലോ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുവീഴ്ച അല്ല, ഇന്ത്യയുടെ അതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു രാഷ്ട്രത്തിന്റെയും ഒപ്പം നിന്നില്ല. ചേരിചേരാ നയം അത് തന്നെയാണ് ഏറ്റവും നല്ല നയം എന്ന് പറയുന്നത്. ഇറാനെ ഈ വിഷയത്തിൽ ഇറാനെ പിന്തുണയ്ക്കാതിരുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇറാനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇറാൻ ഇപ്പോ ഈ ചെയ്തൊരു സഹായം ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഇപ്പോ GCC രാജ്യങ്ങളിലാണ് ഇന്ത്യയിലെ കൂടുതൽ ആളുകളും ജോലി ചെയ്തത്. ഇപ്പോഴും ഞാൻ രാഹുലിനെ കേൾപ്പിച്ചിരുന്നില്ല, സുഹൃത്ത് ഇറാൻ ബോർഡറിലാണ് എന്നുള്ളൊരു. GCC രാജ്യങ്ങളിലാണ് കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്നത്. ടെൻഷനിലാണ്. അപ്പോ GCC രാജ്യങ്ങളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തോ? ഇല്ല, എല്ലാ രാജ്യത്തെയും സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ചെയ്യുന്നതാണ് ശരി. ആ രീതിയിൽ യുഎസിനോടാണെങ്കിലും ഒന്നും പറയുന്നില്ല. വേണമായിരുന്നോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അങ്ങനെ വേണമായിരുന്നോ എന്ന് പറയാതെ പറയുന്നുണ്ട്. അത്രയും അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ വിമർശനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭരണാധികാരികൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരേ സമയം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമുക്ക് ഒരു വിദ്വേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, ആ ഒരു രീതി അത് നല്ലത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പോകുന്നത്, അത് നല്ലത് തന്നെയാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അടുത്ത ദിവസങ്ങൾ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി ഗ്യാസിനെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്താണെങ്കിലും പൈസ ചെലവാക്കുമ്പോൾ സൂക്ഷിക്കും കണ്ടുവെക്കാൻ. ഈ കറൻസി വെറുതെ ഇപ്പം കറൻസിക്ക് ഇപ്പൊ വിലയില്ലാത്തൊരു സ്ഥിതിയാണ്. കാര്യം കൊണ്ടു കൊടുത്താലും എങ്ങനെ ആഹാരം ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ. എന്താണെങ്കിലും പൈസ കൈകാര്യം ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കും കണ്ടുമൊക്കെ ചിലവാക്കുക. കാരണം ഇതിലും ഒരു റിസഷനിലേക്ക് ചിലപ്പോൾ ഇത് നടത്തിയേക്കാം എന്നുള്ള വലിയ സൂചനകൾ വരുന്നു. രാഹുൽ പറഞ്ഞ പോലെ 2008 ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ലല്ലോ. ഇപ്പോൾ ആഹാരം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളതെല്ലാം വിറ്റുപറക്കി എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി നോക്കും. ഇപ്പോ വസ്തുവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആഹാരം വെച്ച് കഴിക്കണമെങ്കിൽ ഗ്യാസ് വേണം. തീർച്ചയായിട്ടും ആമാശയത്തിൽ എന്തെങ്കിലും പോയാലേ നമുക്ക് ഇങ്ങനെ ഇരിക്കാനെങ്കിലും കഴിയും. അതെ, അപ്പോ ജീവൻ നിലനിർത്തണമെങ്കിൽ ആഹാരം വേണം. സാധാരണപ്പെട്ട മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇനി ബുദ്ധിമുട്ടാൻ പോകുന്നത് ഗ്യാസിന്റെ പേരിലായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2 ദിവസം തന്നെ ഗ്യാസ് കിട്ടാത്തൊരു സാഹചര്യമായപ്പോഴത്തേക്കും ഇവിടുത്തെ കടകൾ മുഴുവൻ അടയ്ക്കും. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നമ്മളൊക്കെ കൊച്ചി നഗരത്തിൽ വന്നിട്ട് നമ്മളെല്ലാം പുറത്തു നിന്നാണ് ആഹാരം കഴിക്കുന്നത്. രാവിലത്തെയും ഉച്ചക്കലത്തെയും രാത്രിത്തെയും 3 നേരത്തെയും ആഹാരം നമ്മൾ പുറത്തു നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കടകൾ അടച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും അഫക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എന്താണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് കണ്ട് ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കരിഞ്ചന്തയിൽ നിന്ന് വലിയ വില കൊടുത്ത് 10,000 20,000 കൊടുത്ത് ഗ്യാസ് വാങ്ങിക്കേണ്ട സാഹചര്യമില്ല. 2 ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചേക്കാം.